തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് 2 പേർ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ പൂട്ടിച്ച് പോലീസ്. നിലമേൽ സ്വദേശികളായ റഷീദ ബീവി, ഷാജി എന്നിവരാണ് മരിച്ചത്. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഇവിടെ നിന്നും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അതിൽ വ്യക്തത വരുത്താൻ കഴിയൂ. ഭക്ഷ്യവിഷബാധ ഏറ്റാണോ എന്നുള്ള കാര്യത്തിൽ നിലവിലിപ്പോൾ വ്യക്തത ഇല്ല. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അസ്മാക്ക് എന്ന ഹോട്ടലിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞ ഭാഗത്ത് ഇത്തരത്തിലുള്ള നിരവധി ഹോട്ടലുകൾ ഉണ്ട്. സീ ഫുഡ് ലഭിക്കുന്ന നിരവധി ഹോട്ടലുകൾ ഉണ്ട്. അത്തരത്തിൽ തന്നെ ഈ കുടുംബം കൊല്ലം ജില്ലയിലുള്ള കുടുംബമാണ്. ഈ സംഭവത്തിൽ 2 പേരാണ് മരിച്ചത്. 58 വയസ്സുള്ള അസ്മാബി, അതോടൊപ്പം തന്നെ അവരുടെ മരുമകനായ ഷാജി, 42 വയസ്സുകാരനായ ഷാജി എന്നാണ് മരിച്ചത്. ഈ ഷാജിയുടെ ഭാര്യ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവർ 6 അംഗ കുടുംബമായിട്ടാണ് ഇവിടേക്ക് വന്നത്. മറ്റ് 3 പേർക്കും മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും അതോടൊപ്പം തന്നെ മറ്റ് നിരവധി ആളുകളും ഈ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർക്കും അത്തരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ 2 പേർക്ക് മാത്രം, അല്ലെങ്കിൽ 3 പേർക്ക് മാത്രമേ, 2 പേർ മരിച്ചു, നിലവിൽ ഒരാൾ ചികിത്സയിൽ ഉണ്ട്. ഇങ്ങനെ ഈ 3 പേർക്ക് മാത്രം ഇത്തരത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരാൻ കാരണം എന്താണ് എന്നുള്ള കാര്യമെല്ലാം തന്നെ ഇപ്പോൾ പരിശോധനയിലൂടെ മാത്രമേ അത് വ്യക്തമാകൂ. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ളവ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റനുബന്ധ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളായി ഇവിടെ നിലവിലുള്ള ഹോട്ടലുകളാണ്. ഇന്നലെ എന്താണ് ഈ ഒരു സംഭവിച്ചത്? ഇന്നലെ എന്താണ്, എപ്പോഴാണ് അവർ എത്തിയത്, എന്തൊക്കെ കഴിച്ചു? ഇവിടെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ പോകും. അതെ, ഹോട്ടൽ ഒരു 6-7 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നപ്പോഴാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ കേൾക്കുന്നത്. നമ്മൾ തൊട്ടടുത്താണ് ഈ കട ഉള്ളത്, എൻ്റെ വീടും തൊട്ടടുത്തൊക്കെ തന്നെ. പിന്നെ ഇന്നലെ രാത്രി ഒരു ഫാമിലി കൊല്ലം സ്വദേശികൾ എന്തൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പം അവർ കൊഞ്ച്, കണവ, പിന്നെ മുട്ട ഫ്രൈ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ചെറുതായിട്ട് അസ്വസ്ഥത എന്തോ തോന്നി. പിന്നെ ഒരു ഉമ്മയുടെ പ്രായമുള്ള തള്ള എന്തോ വെള്ളം വേണമെന്നൊക്കെ ഡ്രൈവറെ അടുത്ത് ചോദിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ മുട്ട കഴിച്ചിട്ട് വല്ല വിഷാംശം ഇതിൽ സംഭവിച്ചാണെന്ന് ഒരു പിടുത്തം നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയാൽ ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മീനുകളൊക്കെ ഇവിടെ ഇപ്പോൾ ഓഫ് സീസണാണ്, മീനുകളൊക്കെ കുറവാണ്. പിന്നെ ഈ മീനുകളൊക്കെ വരുന്നത് ഈ കന്യാകുമാരി, മാർത്താണ്ഡം, നീണ്ടകര, അങ്ങനെയൊക്കെ എന്തെങ്കിലും കയറ്റുമതിയായിട്ടൊക്കെ മറ്റേ ബോക്സിൽ പറഞ്ഞ മീനുകളൊക്കെ ആണ്. ഇപ്പോൾ ഫ്രഷ് മീനൊക്കെ ഇവിടെ നമുക്ക് പോലും കഴിക്കാൻ ഇപ്പം കിട്ടുന്നില്ല. ഞങ്ങളും ചെറുതായിട്ട് ഐസ് മീനോ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു മാസങ്ങൾ തള്ളി അങ്ങനെ പോകുന്നത്. പിന്നെ ബാക്കിയുള്ള വിശദാംശങ്ങൾ മറ്റേ ഫുഡ് ഇൻസ്പെക്ടർ ആരെങ്കിലും എന്തെങ്കിലും പരിശോധനയോ CC ക്യാമറ ദൃശ്യങ്ങളോ അവർക്ക് എന്തെങ്കിലും കണ്ട് ചെക്ക് ചെയ്ത് അവർക്ക് യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ വ്യക്തിയുടെ ഫോട്ടോ വെച്ച് അവർ എന്ത് ഭക്ഷണമാണ് കഴിച്ചതും ഇറങ്ങുന്നത് പോലീസ് മുഖേന ചെക്കപ്പ് എന്തെങ്കിലും. മറ്റു പ്രശ്നങ്ങളൊന്നും ഇതിന് മുമ്പ് ഒരുപാട് പേരൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കും ഒരു പ്രശ്നമായിട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല. തൊട്ടടുത്തുള്ള ജില്ലയിൽ നിന്നൊക്കെ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, ഇങ്ങനെ കാസർഗോഡ് വരെയുള്ള ആൾക്കാരൊക്കെ വിദേശികൾ സീ ഫുഡിന് ഫേമസ് ആണ് ഇവിടെ. സീ ഫുഡ് സൈറ്റ് സീൻ സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് നിശബ്ദമായിട്ടൊക്കെ വന്ന് കഴിച്ചു. ഇവിടെ ഒരു മോഷണമോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, മറ്റേ പീഡനങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു പ്രദേശം. ആരോഗ്യ വകുപ്പിൻ്റെ പരിശോധന അങ്ങനെ നടക്കാറുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ പരിശോധന ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഓരോരോ കടക്കാരുകളൊക്കെ നമ്മളെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മളതുമായിട്ട് ബന്ധപ്പെടേണ്ടെന്നാണ് അവർ പറയണത്. നിങ്ങൾ മത്സ്യത്തൊഴിലാളിയാണെങ്കിൽ നിങ്ങൾ മത്സ്യമായിട്ടുള്ള ബന്ധനം മാത്രം നോക്കുക, കടകളുമായിട്ട് ചോദിക്കാനും എടുക്കാനും പാടില്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മളുടെ പറയുന്നത്. എൻ്റെ പേര് സലാഹുദ്ദീൻ. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് നാട്ടുകാരനാണ്, സലാഹുദ്ദീൻ എന്ന നാട്ടുകാരനാണ്. ഈ ഹോട്ടലിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. എന്തായാലും ഇപ്പോൾ ഉദാഹരണമായ ഒരു സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് എന്നുള്ളത് വ്യക്തത അല്ല. കാരണം ഈ പലപ്പോഴും ഇപ്പോൾ ഓഫ് സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞ സമീപത്തു നിന്നൊന്നും തന്നെ ഇപ്പോൾ മത്സ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല. ദൂര സ്ഥലങ്ങളിൽ നിന്നും ആണ് മീൻ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അതിൻ്റെ എല്ലാം തന്നെ പരിശോധനകളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ സംശയമാണ്. എന്തായാലും ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് പൂർണ്ണമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ.